ഇപ്പോൾ നമ്മോടൊപ്പം പ്രമുഖ നടി കൂടിയായ KPSC ലളിത കൂടി ചേരുകയാണ്. ശ്രീമതി KPSC ലളിത, വളരെ വിഷമത്തോടു കൂടിയാണ്. ഒരുപക്ഷെ മരണം, ഒരു കലാകാരൻ്റെ മരണം നമ്മളെ വിഷമത്തിലാഴ്ത്തുമെങ്കിലും ജിഷ്ണുവിൻ്റേത് അതിനപ്പുറമാണ്. കാരണം 35 വയസ്സ് മാത്രമുള്ള വളരെ വിനയത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു നടൻ. എനിക്ക് പറയാൻ ഭയങ്കരധികം വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ജിഷ്ണു ഒരു നടനാകുന്നതിന് മുമ്പേ എനിക്കറിയാം. ഞാനും ആ കുടുംബമായിട്ട് ഞങ്ങൾ വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്. മദ്രാസിൽ ഞങ്ങൾ അടുത്തടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കുട്ടികളും ഈ ജിഷ്ണുവിൻ്റെ സഹോദരി എല്ലാവരും ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അന്ന് തൊട്ടുള്ള ബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മളിൽ അഭിനയിക്കാൻ വരുന്നത്. അപ്പോഴും എൻ്റെ മകന്റെ കൂട്ടത്തിലാണ് അവർ രണ്ടുപേരും ഫ്രണ്ട്സായിട്ടാണ് അഭിനയിച്ചത്. പിന്നീട് ഇങ്ങോട്ട് പല പ്രാവശ്യം കാണാറുണ്ട്. ഞങ്ങൾ വേറെ സിനിമയിലൊക്കെ ഞാനും ജിഷ്ണുവും കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അസുഖമാണെന്ന് അറിഞ്ഞപ്പോ തൊട്ടേ ഭയങ്കര ഒരു മനപ്രയം. എന്നാലും ഒരിക്കൽ നടക്കും എന്നുള്ളത് അറിയാമായിരുന്നു. എങ്കിലും ഇത്ര പെട്ടെന്ന് വളരെ ഒരു ഒന്നും പറയാൻ പറ്റാത്ത ഒരു സങ്കടത്തിലാണ് ഞാൻ. തീർച്ചയായും ഒരുപക്ഷെ KPSC ലളിതയോടൊപ്പം മകനോടൊപ്പം കൂടി അഭിനയിച്ചു. ഒരുപക്ഷെ മകനെ പോലെ ഉള്ള ഒരു അടുപ്പമായിരിക്കും ഒരുപക്ഷെ ജിഷ്ണുവോട്. അറിയാം താങ്കളുടെ വിഷമം. അതെ, തീർച്ചയായിട്ടും അതെ. മകനെ പോലെ തന്നെ, എനിക്ക് സിദ്ധുവിനെ പോലെ തന്നെയാണ് ജിഷ്ണു. അത് കാരണം എന്താ വെച്ചാൽ അത്ര കൊച്ചിലേ തൊട്ട് നമുക്ക് അടുത്തറിയാവുന്നതും കൂടിയാണ്. വളരെ തൊട്ടടുത്തായിരുന്നു ഞങ്ങളുടെ വീടിന്റെ, ജിഷ്ണുവിന്റെ വീടിന്റെയും എന്റെ വീടിന്റെയും നടുവിലായിരുന്നു ഇവരുടെ സ്കൂള്. പട്ടാശേഷരി സ്കൂളിൽ നിന്ന് ഇവൻ MAK മാറുമ്പോഴത്തേക്കും ഇവർ ഒന്നിച്ചാണ് എല്ലാത്തിനും. ശോഭയെടുക്കൽ പറഞ്ഞിട്ടാണ് ഞാൻ എന്നിട്ട് എൻ്റെ മോന് പോലും അവിടെ അഡ്മിഷന് വേണ്ടിയിട്ട് പത്മശേഷാദ്രി സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് മോനെ ശ്രീകുട്ടിയും ജിഷ്ണു ഒക്കെ ഏതാണ്ട് ഒരേ പ്രായക്കാർ തന്നെയാണ്. ഈ കൂടുതലൊന്നും എന്നോട് ചോദിക്കണ്ട, എനിക്ക് വൈകി പറയാം.